ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിലുള്ള പുതിയ സിനിമ ജുറാസിക് വേൾഡ് റീബർത്ത് അത് സിനിമ റിലീസ് ചെയ്തു. ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു. സിനിമ നമ്മുടെ ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ റിലീസ് ചെയ്തിട്ട് ഭയങ്കര മിക്സഡ് ഒപ്പീനിയൻ, മിക്സഡ് നല്ലൊരു ആവറേജും ബിലോ ആവറേജ് ആ ഒരു റേറ്റിംഗ് ഒക്കെ കിട്ടിയത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു ബോട്ടം ലൈൻ പറയുകയാണെങ്കിൽ ജുറാസിക് പാർക്ക് അല്ലെങ്കിൽ ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിലെ ഒരു സിനിമ എന്ന നിലയ്ക്ക് സിനിമ ഒരു ഫെയിലിയർ ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ എന്ന നിലയ്ക്കാണെങ്കിൽ ഒരു ആവറേജ് ഒരു മോൺസ്റ്റർ മൂവി അത്രേ ഉള്ളൂ. ഞാൻ ജുറാസിക് പാർക്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നും എനിക്കിതിൽ നിന്ന് കിട്ടിയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബേസിക്കലി എനിക്കിഷ്ടമുള്ള കാസ്റ്റൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. സ്കാർലെറ്റ് ജോഹാൻസനും ഈവൻ ജോനത്തൻ ബെയ്ലി എനിക്കൊരു സീരീസിൽ നിന്നാണ് അറിയാവുന്നത്. കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. ബ്രിജിറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൊമാൻറ്റിക് സീരീസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ജോനത്തൻ ബെയ്ലി അറിയാവുന്നത്. അപ്പം അതിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് പുള്ളിയുടെ അഭിനയം എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അതൊക്കെ ആ ഒരു ഫാക്ടറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഈ സിനിമ എന്നെ പിടിച്ചിരുത്താൻ മാത്രം ഉണ്ടായിരുന്നില്ല. തിയേറ്ററിലായതുകൊണ്ട് ഞാൻ ഇരുന്ന് പോയതാ. പക്ഷേ നമുക്കൊരു ജുറാസിക് പാർക്ക് ഒരു ഫ്രാഞ്ചൈസിലെ സിനിമ എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഫെയിലിയർ തന്നെയായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഡയറക്ടറും റൈറ്ററും ഒന്നും നിനക്കറിയാൻ ചാൻസില്ല. റൈറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ജുറാസിക് പാർക്ക് ഫസ്റ്റ് ഇറങ്ങിയില്ലേ ആ സിനിമയിലെ കോ റൈറ്ററായിരുന്നു. അപ്പോൾ അയാൾ തിരിച്ചു വരുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട്, നല്ല പടമായിരിക്കും. ഇപ്പോഴത്തെ ഒരു മോൺസ്റ്റർ സിനിമയ്ക്ക് പറ്റിയൊരു ലെവലിലുള്ള എഴുത്ത് മാത്രമേ നമുക്ക് ഫീൽ ചെയ്തുള്ളൂ. കുറച്ച് ഡൈനോസർ മൊമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ ഡൈനോസർ മൊമെന്റ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു മോൺസ്റ്റർ മൊമെന്റ്സ് ആണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. നമ്മുടെ നൊസ്റ്റാൾജിയെ പിടിച്ചൊന്ന് കളിച്ചാലോ എന്നുള്ള ഒരു സാധനവും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കുറെ റെഫറൻസുകൾ വരുന്നുണ്ട്. അതിപ്പോ ജുറാസിക് പാർക്ക് മാത്രമല്ല, നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ മറ്റ് സിനിമകളുടെ റെഫറൻസ് ഫീൽ ചെയ്യും. എനിക്ക് കോങ് സ്കൾ ഐലൻഡ് നല്ലോണം ഫീൽ ചെയ്യും. എനിക്ക് ഫീൽ ചെയ്തു. ജുറാസിക് പാർക്ക് ഫസ്റ്റ് ഫീൽ ചെയ്തു. ഈവൻ ആ പൂട്ടിയിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്ന മറ്റേ പിള്ളേരുടെ സീനില്ലേ, സിനിമയിലെ സീൻസിലേക്ക് ത്രോ ബാക്ക് ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പൊ ജുറാസിക് പാർക്ക് സിനിമയിലുള്ള സീൻസ്, അതുപോലെയുള്ള മറ്റ് സിനിമകളിലുള്ള സീൻസ്, അങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ. കോങ് തോന്നിയായിരുന്നു നേച്ചറൊക്കെ കാണിക്കുന്ന ആ ഒരു സെക്ഷനൊക്കെ എനിക്ക് കോങ് കറക്റ്റ് അതുപോലെയാണ്, സ്കൾ ഐലൻഡ് പോലെയാണ് തോന്നിയത്. കാരണം അത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര എവിഡന്റ്ലി നമുക്കത് തോന്നും കോപ്പി അടിച്ചതാണോ എന്ന്. ചില സമയത്ത് ഒരു അവതാറിന്റെ ടച്ച് വരെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏത് സിനിമയാണ് കാണുന്നത്, ഏത് യൂണിവേഴ്സിലാണ് അല്ലെങ്കിൽ എവിടെയാണ് ഇത് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് ഒരു സംശയം തോന്നിപ്പോവും. പക്ഷേ ജുറാസിക് പാർക്കിൻ്റെ ആ ഒരു ഐക്കോണിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ നമ്മൾ ജുറാസിക് പാർക്കിൻ്റെ ആ ഒരു സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. അതല്ലാതെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഡൈനോസോഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും വളരെ വീക്കായിരുന്നു. കാരണം ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ച ഡൈനോസേഴ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ലുക്കൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ട്രഡീഷണൽ ഡൈനോസേഴ്സ് ഒക്കെ പോയി. കംപ്ലീറ്റ് ഫാന്റസൈസ് ചെയ്തിട്ടൊരു ഡൈനോസറിനെ ഉണ്ടാക്കിയതുപോലെയായിരുന്നു. എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ജീവിനെ കാണിച്ചിട്ട് ഇതിൽ ഏതൊക്കെ ആനിമൽ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിക്കത്തക്കോണമുള്ള ഡൈനോസേഴ്സിംഗ് ഉണ്ട്. ട്രഡീഷണൽ ഡൈനോസേഴ്സിനെ ആൾക്കാർക്ക് ബോർ അടിച്ചു, അതുകൊണ്ട് പുതിയ ടൈപ്പ് ഡൈനോസേഴ്സിനെ കൊടുക്കാം എന്നൊരു കൺസെപ്റ്റ് ഒക്കെ ജുറാസിക് വേൾഡ് സിനിമയിൽ അവർ പറയുന്നുണ്ട്. അത് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഒരു ഓതന്റിക് ഡൈനോസർ ഫീലും അതുപോലെ തന്നെ നല്ല കുറച്ച് ആക്ഷൻസും, പിന്നെ ഇതൊക്കെ നമുക്ക് പേടിപ്പിക്കുന്ന രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റണം സിനിമയ്ക്ക്. ആ ഒരു കഴിവും സിനിമയ്ക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം. തുടക്കത്തിൽ ഇവരൊരു ബോട്ടിൽ പോണ സീനുണ്ട്. സ്പോയിലർ ഒന്നും അല്ലല്ലോ അല്ലേ, ആ ഒരു സീനുണ്ട്. അത് തീരണില്ലല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നി. അവസാനം എനിക്ക് ഉറക്കം വരെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ തിയേറ്ററിൽ പോയിട്ട് ആദ്യമായിട്ട് എനിക്ക് ഉറക്കം വരുന്ന സിനിമ ഇതായിരിക്കും. ആ തുടക്കത്തിലാണ്. പിന്നെ കുറച്ചുകൂടെ എൻഗേജിങ് ആയി. പിന്നെ ഇതിലങ്ങനെ സ്പോയിലർ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം സ്റ്റോറി ഇപ്പോൾ ട്രെയിലർ കണ്ടാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നെ സിനിമയിലുള്ളൂ. സിനിമയിൽ പുതിയതായിട്ടൊരു സംഭവമോ ഒരു ട്വിസ്റ്റോട്ടാണോ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാർ മരിക്കുന്നതാണെങ്കിൽ പോലും നമുക്കറിയാം ആരൊക്കെയാണ് മരിക്കാൻ പോകുന്നത്. അപ്പോൾ അവരൊക്കെ തന്നെയാണ് മരിക്കുന്നത്, എപ്പോഴാണ് മരിക്കാൻ പോകുന്നത് എല്ലാം അപ്പോൾ കൃത്യമായിട്ട്. ക്ലൈമാക്സ് പോലും അപ്പോഴേ ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു അത് നടക്കില്ല. ഈവൻ ഡൈനോസേഴ്സിൻ്റെ ആ ഒരു അറ്റാക്ക് മൊമെന്റ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പം അങ്ങനത്തെ ഉള്ള ആക്ഷൻ രംഗങ്ങളൊക്കെ രസമായിട്ട് അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. VFX വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. എന്നാലും ടീറക്സിന്റെ ഒക്കെ VFX ഭയങ്കര ശോകമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ടെക്സ്ചറിങ്ങും അതും അതിന്റെ ഓവറോൾ സ്കിന്നിന്റെ ഇതും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, മുമ്പത്തെ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ശോകമായിരുന്നു. ഈവൻ ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുള്ള ആക്ഷൻ രംഗങ്ങളൊക്കെ തന്നെയാണ് സിനിമയിലുള്ളത്. ഇൻഫാക്ട് ട്രെയിലറിൽ കണ്ടതാണ് കൂടുതൽ ബെറ്റർ. അവർ നല്ല പോർഷൻസ് ഒക്കെ ട്രെയിലറിൽ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. സിനിമയിലേക്ക് വന്നപ്പോൾ അതൊക്കെ വളരെ നിരാശപ്പെടുത്തിയ ഒരു മൊമെന്റ് തന്നെയായിരുന്നു. അത് ശരി. ആ ട്രെയിലർ കണ്ടിട്ട് ഞാൻ അനന്തുവിൻ്റെ അടുത്ത് പറഞ്ഞു, അനന്തുട്ട് നമുക്ക് ഇത് എന്തായാലും പോയി കാണണം. എനിക്ക് ഇഷ്ടപ്പെട്ട കാസ്റ്റ്, അത്യാവശ്യം നല്ല ഭംഗിയുള്ള
എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ചെന്ന് കണ്ടപ്പോൾ അയ്യോ എന്തായിരുന്നു. ട്രെയിലറിലുള്ള സംഭവങ്ങളുടെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ അത്രേ ഉള്ളൂ സിനിമ എന്ന് പറയുന്നത്. എല്ലാം നല്ല സീൻസും ട്രെയിലറിലുണ്ട്. നിങ്ങൾക്ക് സിനിമ കഥ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്ക് സിനിമ കണ്ടു. ജുറാസിക് വേൾഡ് ഡൊമിനിയൻ അവസാനിപ്പിച്ചപ്പോഴത്തേക്കും സിനിമ കഴിഞ്ഞപ്പോൾ കുറേ ഭയങ്കര മെസ്സി ആയിട്ടാണ് ആ സിനിമ അവസാനിപ്പിച്ചത്. ഡൈനോസോഴ്സിനെയൊക്കെ ലോകത്തേക്ക് തുറന്നു വിടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഫ്രാഞ്ചൈസിനൊരു ബ്യൂട്ടി ഇല്ലാത്ത രീതിയിൽ തന്നെ അവസാനിപ്പിച്ചു. അപ്പോൾ ആ ഒരു വേസ്റ്റ് ഒക്കെ ഇവർ ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു സിനിമ എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു വെച്ച മണ്ടത്തരങ്ങൾ ഇപ്രാവശ്യത്തേക്കൊന്ന് കഴുകി വൃത്തിയാക്കി ശരിയാക്കിയിട്ട് അടുത്ത സിനിമയ്ക്കുള്ളത് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. ഡൊമിനിയനിൽ എല്ലാത്തുങ്ങളും ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത് കാണിച്ചത് അവർക്ക് മാറ്റാൻ വേണ്ടി. ഹ്യൂമൻ വേൾഡ് ഇപ്പോൾ അതുമായിട്ട് ഇത് മിസ്മാച്ച് ആവുന്നു, അത് കാരണം ഇതിന് പറ്റുന്നില്ല, അതുകൊണ്ട് ഇതുങ്ങളെല്ലാം ചത്തുപോകുന്നു, ഒരു ഏരിയയിൽ മാത്രമേ ഇതുങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നുള്ളൂ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക. സോ ആ ഏരിയ ഇപ്പോൾ പ്രൊഹിബിറ്റഡ് ആയിട്ട് വെച്ചിരിക്കുക എന്നുള്ള രീതിയിലേക്ക് പണ്ടത്തെ പോലെ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് ഡൈനോസർ എന്നുള്ള രീതിയിലേക്ക് അവർക്ക് ആക്കണമായിരുന്നു. അതിനു വേണ്ടിയുള്ള ഒരു സിനിമയാണ്. അങ്ങനെ ആകുമ്പോഴാണല്ലോ ആൾക്കാർ ഐലൻഡിൽ പോവുകയും സർവൈവൽ സംഭവങ്ങളൊക്കെ വരികയും ചെയ്യുള്ളൂ. ഇതിലൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ടീറക്സും ഇതിലെ മോൺസ്റ്ററും തമ്മിലുള്ള ഫൈനൽ ഫൈറ്റ് സംഭവങ്ങളൊന്നും ഇല്ല. അത് നമ്മൾ കണ്ടു മടുത്തു. അത് ഈ സിനിമയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിലെ മോൺസ്റ്റർ കൂടുതൽ പവർഫുൾ ആണ്. ഇനി എന്തിനാണ് അതിനെ വെച്ചോണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പം കോങ് വേഴ്സസ് ഡീറക്സ് വരാനാണോ എന്നൊന്നും നമുക്കറിയില്ല. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അങ്ങനെ എടുത്തു പറയത്തക്ക വലിയ സംഭവങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു വൺ ടൈം ആയിട്ട് നമുക്ക് കണ്ട് മറക്കാൻ പറ്റുന്ന ഒരു സിനിമ മാത്രമാണ് ജുറാസിക് വേൾഡ് റീബർത്ത്. ഇതിലും ബെറ്ററാണ്. ജുറാസിക് വേൾഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, ബാറ്റിൽ അറ്റ് ബിഗ് റോക്ക് എന്നുണ്ട്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിനെ കാണിച്ചിരുന്ന ഒരു ഫാമിലി ഡൈനോസറിൻ്റെ കയ്യിൽ നിന്ന് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അത് കണ്ട ആ ഒരു കുഞ്ഞ് ഒരു ഷോട്ട് കണ്ടാൽ പോലും നിങ്ങൾക്ക് ഇതിലും നല്ലൊരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും കിട്ടും. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് വീഡിയോ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.